ഹായ് ഹലോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ കാണുന്ന ഐറ്റാണ്. കാണുമ്പോൾ കുറച്ച് മെനക്കെടാണെന്നൊക്കെ തോന്നുമെങ്കിൽ സംഭവം സിമ്പിൾ ആണ്. ആ ഒരു മെഷർമെന്റും കട്ടിങ്ങും ഒക്കെ മനസ്സിലാക്കിയാൽ പുഷ്പം പോലെ ഫൈനൽ റിസൾട്ട് കണ്ടിട്ട് പറയാനായിട്ട് സംഭവം സെറ്റ് ആയിട്ടുണ്ടോ. ആദ്യം നമുക്ക് പാന്റ് നോക്കാട്ടോ. ഞാൻ എന്താ ക്ലോത്തിനെ രണ്ടാക്കി മടക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ക്ലോത്തിനെ ഒന്ന് കോണാക്കി മടക്കിയെടുക്കാം. കോൺ ഭാഗത്ത് ഇനി നമുക്ക് വേസ്റ്റ് അടയാളപ്പെടുത്തി കൊടുക്കണം കേട്ടോ. എനിക്ക് 19 വേസ്റ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു 19 4 കൊണ്ട് ഹരിച്ചിട്ട് കിട്ടുന്ന സംഖ്യയാണ് ഞാനിവിടെ ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തി എടുക്കുന്നത്. അപ്പോൾ എനിക്കൊരു 4.25 കേട്ടോ കിട്ടുന്നത്. അപ്പോൾ ഒരു തയ്യൽ തുമ്പും കൂടെ കൂട്ടിയിട്ട് ഞാനൊരു 5.5 ഒന്ന് അടയാളപ്പെടുത്തി എടുക്കണം. ഇപ്പോൾ നമ്മൾ സ്ട്രൈറ്റിലാണല്ലോ അടയാളപ്പെടുത്തി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ താഴേക്ക് ജസ്റ്റ് ഒരു 1/2 ഇഞ്ച് വ്യത്യാസത്തിൽ ഒന്ന് കുഴിച്ചിട്ട് ഒന്ന് നമുക്ക് അടയാളപ്പെടുത്തി എടുക്കാം. ആ ഒരു ഭാഗത്ത് കൂടെ വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ. വല്ലാണ്ട് അങ്ങോട്ട് കുഴിക്കാൻ പാടില്ല. അപ്പോൾ പിന്നെ നമുക്ക് അരവണ്ണം കൂടിപ്പോകും. ഇനി ലെങ്ത് 22 ട്ടോ വേണ്ടത്. അപ്പോൾ വേസ്റ്റ് അടയാളപ്പെടുത്തിയല്ലോ ആ ഒരു ഭാഗത്ത് നിന്ന് താഴേക്ക് ഇതുപോലെ ഒന്ന് ജസ്റ്റ് 22 ഒന്ന് അടയാളപ്പെടുത്തി. ഇതുപോലെ ഓരോ ഭാഗത്തും 22 അങ്ങനെ അടയാളപ്പെടുത്തിയതിന് ശേഷം ഒന്ന് റൗണ്ട് ആക്കി എടുത്തിട്ട് ഒന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഈസി ആയിട്ട് എങ്ങനെ ലെങ്ത് അടയാളപ്പെടുത്താന്നൊക്കെ ഞാൻ ഷോർട്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് നിങ്ങൾ കാണാത്തതാണെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കണം. ഇപ്പൊ മെയിൻ മാർക്കിംഗ് ഒക്കെ കഴിഞ്ഞ് നമുക്ക് കട്ട് ചെയ്തെടുക്കട്ടോ. ആദ്യം തന്നെ ഈ ഒരു വേസ്റ്റ് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് ലെങ്ത്തിന്റെ ഭാഗം കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഈ ഒരു റൗണ്ടിൽ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. ഇപ്പൊ നമ്മുടെ കട്ടിംഗ് ഒക്കെ കഴിഞ്ഞു. ഈ താഴെ വരുന്ന പീസ് ഓപ്പൺ ആയിരിക്കും കേട്ടോ. ഈ മുകളിൽ വരുന്ന പീസ് ക്ലോസും ആയിരിക്കും. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതൊന്ന് കട്ട് ചെയ്തിട്ട് ഓപ്പൺ ആക്കി. ഇനി നമുക്ക് ക്രോച്ച് ലെങ്ത് ആണ് അടയാളപ്പെടുത്തി എടുക്കാനുള്ളത്. നമ്മുടെ അരവണ്ണത്തിനെ 3 കൊണ്ട് ഹരിക്കുക. അപ്പൊ കിട്ടുന്ന സംഖ്യയാണ് കേട്ടോ നമുക്ക് ക്രോച്ച് ലെങ്ത് ആയിട്ട് അടയാളപ്പെടുത്തി എടുക്കേണ്ടത്. പ്ലസ് തയ്യൽ തുമ്പും കൂടെ കൂട്ടി കൊടുക്കാൻ മറക്കരുതേ. ഇവിടെ നമ്മളൊരു ബെൽറ്റ് വെക്കുന്നുണ്ട് കേട്ടോ. 2 ഇഞ്ചിൽ വരുന്ന ബെൽറ്റ് ആണ് വെക്കുന്നത്. അപ്പോൾ ആ ഒരു അളവും കൂടെ കൂട്ടിയിട്ട് വേണം നമ്മൾ ക്രോച്ച് ലെങ്ത് അടയാളപ്പെടുത്തി. ഇതാ ഇവിടേക്കൊന്ന് 2 അടയാളപ്പെടുത്തി എടുക്കട്ടെ. ശേഷം ഈ ഒരു കോണിൽ നിന്ന് ഈ ഒരു അറ്റത്തേക്കൊന്ന് വരച്ചിട്ട് ഈ ഒരു ഭാഗം ജസ്റ്റ് ഒന്ന് ഷേപ്പ് ആക്കിയിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത്. നമ്മുടെ മെയിൻ ക്ലോത്തിന്റെ കട്ടിങ് കഴിഞ്ഞു. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് ലൈനിങ്ങും കൂടെ കട്ട് ചെയ്തെടുക്കാം. ആസ് യൂഷ്വൽ 4 ആക്കി മടക്കി വെച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു ക്ലോത്തിന്റെ മുകളിൽ നമ്മുടെ മെയിൻ ക്ലോത്ത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വെച്ചിട്ട് ആ ഒരു സെയിം അളവിൽ കട്ട് ചെയ്തെടുക്കും. ആദ്യം ഇതുപോലെ ചോക്ക് വെച്ചിട്ട് മാർക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ. പിന്നെ നമുക്ക് കട്ട് ചെയ്യാൻ ഈസി ആയിരിക്കും. ലൈനിങ് ഇവിടെ നല്ല ഫ്ലെയറിൽ കൊടുക്കണില്ല കേട്ടോ. സാധാ ഒരു നമ്മുടെ പലാസോ പാന്റ് ഉണ്ടല്ലോ ആ ഒരു രീതിക്ക് തന്നെയാണ് ചെയ്തെടുക്കുന്നത്. നമ്മൾ അംബർല കട്ട് ചെയ്തുകൊണ്ട് ഇത്രയും ഫ്ലെയർ വരുന്നുണ്ട് കേട്ടോ ഒറ്റ പീസിന് തന്നെ. ഇനി നെക്സ്റ്റ് സ്റ്റിച്ചിങ് ആണ് കേട്ടോ. കട്ടിംഗ് ഒക്കെ ഏകദേശം ഫുൾ ആയിട്ടുണ്ട്. ഇനി ഒരു ബെൽറ്റും കൂടെ കട്ട് ചെയ്യാനുള്ളൂ. അപ്പൊ നമുക്ക് ഒരു പീസ് ഇതുപോലെ അങ്ങ് നിവർത്തി വെച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതിന്റെ മുകളിലായിട്ട് നമ്മുടെ ലൈനിങ് പീസ് ഒന്ന് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ ഒരു മെത്തേഡിൽ നമുക്ക് 2 പീസിലും പാടെ ചെയ്തെടുക്കാം. സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് വെക്കാം കേട്ടോ. ഇത് നമ്മുടെ ഒരു ക്ലോത്തിന്റെ നല്ല വശമാണ്. അതിന്റെ മുകളിലായിട്ട് മറ്റേ ക്ലോത്തിന്റെ നല്ല വശം ഒന്ന് വെക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ 2 ക്രോച്ചേരി ഉണ്ടല്ലോ ആ ഒരു ക്രോച്ചേരി നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ലൈനിങ്ങും കൂടെ കൂട്ടിയിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. ഈ ഒരു രീതിക്ക് 2 ഭാഗവും ചെയ്തെടുക്കണേ. ഇപ്പോൾ സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞപ്പോൾ നമുക്ക് ഈ ഒരു രൂപത്തിലാണ് കിട്ടിയിട്ടുള്ളത്. ഏകദേശം നമ്മുടെ പണിയൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് പട്ട വെച്ച് കൊടുക്കണം, ഷേപ്പ് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ അടിവശം ഒന്ന് മടക്കി തയ്ച്ചു കൊടുക്കണം. അത്രേ പണി വരുന്നുള്ളൂ. ഇനി ബാൻഡിന് വേണ്ടിയിട്ട് നമ്മുടെ വേസ്റ്റിന്റെ കറക്റ്റ് അളവിലുള്ള ഒരു പീസ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് എത്രയാണ് വരുന്നത് നോക്കിയിട്ട് ആ ഒരു അളവിൽ നമുക്ക് ഇതുപോലെ ഒരു ക്ലോത്തിൽ കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ അളവിനേക്കാൾ ഒരു 2 ഇഞ്ച് എക്സ്ട്രാ എടുക്കട്ടെ. അപ്പോൾ തയ്യൽ തുമ്പിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ അത്രയും എടുക്കുന്നത്. ഇവിടെ ഞാൻ വേസ്റ്റിൽ എലാസ്റ്റിക് അല്ല കേട്ടോ കൊടുക്കുന്നത്. പകരം ഒരു ഹുക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു ഹുക്ക് വെക്കാനും കൂടെ കണ്ടിട്ടാണ് നമ്മൾ 2 ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ട്. ബാൻഡിന്റെ ഒരു ഭാഗത്തെ വീതി എന്ന് പറയുന്നത് 2 ആണ് വേണ്ടത്. അപ്പോൾ 4 വെച്ചിട്ട് ഞാൻ അളന്ന് കട്ട് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ഇതാ മെയിൻ ക്ലോത്തിലും ലൈനിങ് പീസിലും ഞാൻ ബാൻഡ് കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ബാൻഡ് 4 ഭാഗവും സ്റ്റിച്ച് ചെയ്തിട്ട് ഒന്ന് മറിച്ചെടുക്കട്ടെ. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ തയ്യൽ തുമ്പൊക്കെ ഉള്ളിലേക്ക് പോകും. അത് ഓപ്ഷനിലാണ്. വേണമെങ്കിൽ ചെയ്താൽ മതി. അല്ലെങ്കിൽ ഇതുപോലെ തന്നെ നിവർത്തി വെച്ചതിന് ശേഷം നമ്മുടെ മെയിൻ ക്ലോത്ത് ഉണ്ടല്ലോ ആ ഒരു ക്ലോത്ത് ഇതുപോലെ വെക്കുക. അതായത് ഈ നല്ല പീസും തമ്മിൽ കൂട്ടി വെച്ചിട്ട് ഒന്ന് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്ത്. ഇപ്പം നമ്മൾ അരവണ്ണം കറക്റ്റ് ആക്കിയിട്ടാണല്ലോ എടുത്തത്. അതുകൊണ്ട് തന്നെ ഞാനൊരു സൈഡിൽ സിബും കൂടെ കൊടുക്കണം. അതൊക്കെ നമ്മൾ ഓൾറെഡി ചെയ്തതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കണില്ല. നമ്മുടെ വീഡിയോ ലെങ്തി ആയി പോകും. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ചാനലിൽ ഒന്ന് കയറി കണ്ടു നോക്കണേ. ഇപ്പം നമ്മുടെ സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞിട്ട് ഈ ഒരു ബാൻഡ് സ്റ്റിച്ച് ചെയ്തിട്ട് ജസ്റ്റ് ഉള്ളിലേക്ക് ഒന്നും കൂടെ മടക്കിയിട്ട് ഞാൻ കൂട്ടി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്യുക. അടിവശം ഒന്ന് മടക്കി എടുക്കട്ടോ. അത്രേ ഉള്ളൂ പരിപാടി. ഈ ഒരു ക്രോച്ചേരിയെന്നാണ് കേട്ടോ സ്റ്റിച്ചിങ് തുടങ്ങുന്നത്. അതിന്റെ കാരണം എന്താ വെച്ചാൽ നമ്മുടെ ലൈനിങ് പീസും മെയിൻ ക്ലോത്തും തമ്മിൽ കൂട്ടി അടിക്കണില്ല. സെപ്പറേറ്റ് ആയിട്ടാണ് അടിക്കുന്നത്. ഈ ഒരു 3 ഇഞ്ച് നമുക്ക് ലൈനിങ്ങും മെയിൻ ക്ലോത്തും ഒന്ന് കൂട്ടി അടിക്കുക. ശേഷം ജസ്റ്റ് ഒന്ന് ലൈനിങ് പുറത്തേക്ക് മാറ്റിയിട്ട് ഈ ഒരു മെയിൻ ക്ലോത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചതിന് ശേഷം ഇതുപോലെ ഈ ഒരു പീസ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത്. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് കേട്ടോ ഇത്രയും ഫ്ലെയറിൽ നമുക്ക് പാൻറ് കിട്ടുക. അപ്പോൾ നമ്മുടെ പാൻറ്റിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ടോപ്പ് നോക്കാം. ടോപ്പിൻ്റെ കട്ടിംഗ് ഒക്കെ ഞാൻ മുന്നേ കാണിച്ചതുകൊണ്ട് ഓൾറെഡി ഞാൻ കട്ട് ചെയ്ത് വെച്ചതാണ് ഇപ്പോൾ കാണിക്കുന്നത്. അതിൻ്റെ അളവൊക്കെ ഒന്ന് ജസ്റ്റ് പറഞ്ഞുതരാം.
ഇവിടെ ഞാൻ ഷോൾഡർ 4 എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ആം ഹോളും സെയിം 4 തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇനി ചെസ്റ്റ് 6 വരുന്നത്. തയ്യൽ തുമ്പ് അടക്കം 7 എടുത്തിട്ടുണ്ട്. താഴേക്ക് ഇതാ 5 എടുത്തിട്ടുണ്ട്. തയ്യൽ തുമ്പ് അടക്കം 6. ടോട്ടൽ ലെങ്ത് 7 വേണ്ടത്. ഞാനൊരു 9 എടുത്തിട്ടുണ്ട് തയ്യൽ തുമ്പ് അടക്കം. സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്ക് ബാക്കി ക്ലോത്ത് വരികയാണെങ്കിൽ നമുക്ക് താഴ്ഭാഗം കട്ട് ചെയ്ത് കൊടുക്കാം. നെക്കിന്റെ വിഡ്ത്ത് ഇവിടെ ഞാൻ 2.5 എടുക്കുന്നത്. അതുപോലെ തന്നെ നെക്കിന്റെ ലെങ്ത് ഒരു 3 ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മളൊരു ചെറിയൊരു വീനെക്ക് പോലെയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു 3ന്ന് താഴേക്കൊന്ന് ഒരു 1/2 ഇഞ്ചും കൂടെ എക്സ്ട്രാ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് നെക്കൊന്ന് ഇതുപോലെ ഒന്ന് ബോക്സ് ആക്കിയിട്ട് എടുക്കാം. നെക്ക് വിഡ്ത്ത്ന്ന് ഇതാ നമുക്ക് ജസ്റ്റ് താഴേക്കൊന്ന് 1/2 ഇഞ്ചും കൂടെ ഒന്ന് കൊടുത്തിട്ട് ഏകദേശം ഒരു വി പോലെ എടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു നെക്ക് വിഡ്ത്തിന്റെ പോയിന്റിൽ നിന്ന് തന്നെ ജസ്റ്റ് ഒന്ന് ആം ഹോളിലേക്ക് ഒന്ന് ചെരിച്ച് വരച്ചെടുക്കാം കേട്ടോ. ഇവിടെ നമ്മൾ നോർമൽ സ്ലീവ് അല്ല കേട്ടോ ചെയ്യുന്നത്. ഒരു സ്ട്രാപ്പ് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്തെടുക്കുന്നത്. ഇനി നമ്മളിതാ ഈ ഒരു വരച്ച ഭാഗത്ത് കൂടെ വേണം ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ കറക്റ്റായിട്ട് ആ ഒരു പോർഷനിലൂടെ കട്ട് ചെയ്യരുത്. ഇത് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം കട്ട് ചെയ്യാൻ. കാരണം നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണമല്ലോ. അപ്പോൾ ഇതുപോലെ ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റി. ഇപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്ത് നിന്ന് ഇത് കട്ട് ചെയ്ത് മാറ്റിയ പീസ് ഉണ്ടല്ലോ, അത് എത്രയാണെന്ന് നോക്കുക. അതിൻ്റെ അളവിലാണ് നമ്മൾ സ്ട്രാപ്പ് ചെയ്തെടുക്കേണ്ടത്. ഇനി ബാക്ക് പീസിൽ നമ്മൾ ഹുക്ക് വെക്കുന്നുണ്ട് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഇത്രയും ഒരു ഭാഗം ഗ്യാപ്പ് ഇട്ടിട്ട് സെയിം അളവിൽ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ലൈനിങ്ങിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് മെയിൻ ക്ലോത്തിൽ ഇതേ അളവിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ ടോട്ടൽ 4 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 2 മെയിൻ ക്ലോത്തും 2 ലൈനിങ് പീസും. ഇനി നമുക്ക് സ്ലീവ് വെച്ച് കൊടുക്കണം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി ആ ഒരു നെക്കിൻ്റെ ഇറക്കം എന്ന് പറയുന്നത് 3 ആയിരുന്നു. അപ്പോൾ 3ന്റെ ഇരട്ടി 6 ആക്കിയിട്ട് നമ്മളിതാ ഇതുപോലെ 2 സ്ലാപ്പും കൂടെ റെഡിയാക്കി എടുക്കും. ഈ ഒരു സ്ട്രാപ്പിൻ്റെ ഉള്ളിൽ എലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളൊരു 10 ഇഞ്ചിലേറെ ക്ലോത്ത് എടുത്ത് ഇതുപോലെ അടിച്ചെടുത്തു. എന്നിട്ട് ശേഷം ഇതുപോലെ ഒരു എലാസ്റ്റിക് എടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കൂടെ കോർത്തെടുക്കാം കേട്ടോ. അങ്ങനെയാണ് ഈ ഒരു സ്ട്രാപ്പ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി ഇതാ നമ്മുടെ ക്ലോത്തിൻ്റെ നല്ല വശത്ത് ഈ സ്ട്രാപ്പ് വെച്ചു. അതിന് ശേഷം ഈ ഒരു ലൈനിങ് പീസ് കൂടെ വെച്ചിട്ട് ഒന്ന് കറക്റ്റ് ആക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തു. മുകൾ ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതാ ഈ ഒരു അടിവശവും കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കും. അടിഭാഗം സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ഈ ഒരു സ്ട്രാപ്പ് സൈഡിലേക്ക് മാറ്റിയിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. ഇപ്പോൾ നമ്മൾ മുകൾ ഭാഗവും അടിഭാഗവും ഒക്കെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് മറിച്ചെടുക്കാം. ഇപ്പോൾ ഇത് ഇവിടെ നമ്മുടെ ഫ്രണ്ട് പോർഷൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് പോർഷനാണ് റെഡിയാക്കി എടുക്കുക. ബാക്ക് പോർഷൻ്റെ 2 പീസിലും സെൻറ്റർ ഭാഗത്തൂടെ കട്ട് ചെയ്തിട്ട് ഒന്ന് സെപ്പറേറ്റ് ആക്കി എടുക്കണം. ഇനി ലൈനിങ് പീസ് ഇതുപോലെ വെച്ചതിന് ശേഷം നമ്മുടെ മെയിൻ പാർട്ട് ഉണ്ടല്ലോ, അത് ഇതിൻ്റെ മുകളിൽ ഇതുപോലെ വെച്ച് കൊടുക്കുക. ശേഷം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. മുകളിൽ കൂടിയും സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ താഴ്ഭാഗത്തു കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കണം. താഴെ കൂടെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ആ ഒരു സ്ട്രാപ്പിൽ തട്ടാൻ പാടില്ല. അപ്പോൾ സ്റ്റിച്ചൊക്കെ ചെയ്തത് ഇതുപോലെ മറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ബാക്കിൽ ഹുക്കാണല്ലോ കൊടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഈ 2 ഭാഗത്തും ഓരോ പടി വെച്ച് കൊടുക്കണം. അപ്പോൾ ആ ഒരു അളവിൽ തന്നെ നമുക്ക് നീളത്തിൽ എടുക്കാം. വീതി 1ൽ 2ഉം 1ൽ 3ഉം എടുത്താൽ മതി കേട്ടോ. ഹുക്ക് ഇത് ഈ ഒരു മുകൾ ഭാഗത്താണല്ലോ വരിക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു മുകൾ ഭാഗത്ത് പീസ് വെച്ചിട്ട് താഴേക്ക് മറിച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. ഇത് നമുക്ക് 3ആണ് എടുക്കേണ്ട അളവ്. ഇനി അതുപോലെ തന്നെ താഴെ ഇതാ നമ്മുടെ ലൂപ്പ് വരുന്ന ഭാഗത്ത് ഈ താഴെയാണ് നമുക്കിനി പടി വെച്ച് കൊടുക്കേണ്ടത്. എന്നിട്ട് മുകളിലേക്ക് മറിച്ചെടുക്കുക. ഇത് നമുക്കൊരു 2 മതി കേട്ടോ വീതി. ഇപ്പോൾ നമ്മൾ പടിയൊക്കെ വെച്ച് കഴിഞ്ഞു. പ്രസ്സടി കൊടുത്ത സമയത്ത് ലൂപ്പും കൂടെ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്ത് നമുക്ക് ഹുക്കും കൂടെ തുന്നി പിടിപ്പിക്കാനല്ലോ കേട്ടോ. അപ്പോൾ നമ്മുടെ ഡ്രസ്സിൻ്റെ ഫൈനൽ റിസൾട്ട് ഇതാണ്. അംബ്രല്ല കട്ടിൽ വരുന്ന പലാസോയും ക്രോപ്പ് ടോപ്പും. നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈസിയാണ് കേട്ടോ. നമുക്ക് സ്റ്റിച്ചിങ് അത്ര അറിയാത്തവർക്ക് തന്നെ ഈസി ആയിട്ട് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.